ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഫിനൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും ചെറിയരിയും കൊണ്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. പശുവിൻ പാൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ 2 തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. അത് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ 3-ാം പാലിലേക്ക് ഞാൻ 2 തേങ്ങയുടെ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ശർക്കര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പും ചെറിയരിയിലേക്കും നമ്മുടെ മെൽറ്റായി വന്നിട്ടുള്ള ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഓൾറെഡി നമ്മുടെ ഗോതമ്പും ചെറിയരിയും വേവിച്ച് വെച്ചതായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഞാനിവിടെ 1-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 1-ാം പാലും ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും തേങ്ങാക്കൊത്തുകൂടും വറുക്കാനായിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല ചൂടായി വരുന്ന ടൈമിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരിയും ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് കൂടെ ഞാനിവിടെ വറുക്കാനായിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിലാണ് കേട്ടോ ഞാനിവിടെ 6 ഏലക്കായും കൂടെ ഈ തേങ്ങാക്കൊത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്തും തന്നെ നല്ല രീതിയിൽ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും